നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂൺ മാസം 13 ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും കനത്ത മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അടുത്ത മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് കടലാക്രമണ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നാളെ പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ഇന്ധനം മുടങ്ങാതെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സുപ്രധാന തീരുമാനവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വ്യവസായ, വാണിജ്യ, സ്ഥാപന ആവശ്യങ്ങൾക്കായി റീറ്റെയിൽ പെട്രോൾ പമ്പുകളിൽ നിന്നും പെട്രോളും ഡീസലും വാങ്ങുന്നത് സർക്കാർ പൂർണ്ണമായും വിലക്കി. പകരം ഇവർക്ക് ആവശ്യമായി ഇന്ധനം വാങ്ങാൻ പ്രത്യേക ബൾക്ക് സപ്ലൈ സംവിധാനങ്ങൾ ഉപയോഗിക്കാമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. പൊതുജനങ്ങൾക്കുള്ള ഇന്ധന വിതരണം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ 90 ദിവസത്തേക്കാണ് വിലക്കെങ്കിലും ആവശ്യമെങ്കിൽ ഈ കാലാവധി ഇനിയും നീട്ടിയേക്കാം. റീറ്റെയിൽ പമ്പുകളിലെ കുറഞ്ഞ വിലയുടെ ആനുകൂല്യം മുതലെടുത്ത് വൻകിട ഉപഭോക്താക്കൾ പമ്പുകളിൽ നിന്നും വൻതോതിൽ ഇന്ധനം വാങ്ങുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ അടിയന്തര ഇടപെടൽ. പുതിയ ഉത്തരവ് പ്രകാരം വ്യാവസായിക യൂണിറ്റുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, മറ്റ് വലിയ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പെട്രോൾ പമ്പുകളിൽ നിന്നും ഇനി ഇന്ധനം വാങ്ങാൻ കഴിയില്ല. പകരം ഇവർ അംഗീകൃത ബൾക്ക് സപ്ലൈ സംവിധാനങ്ങൾ വഴിയോ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴിയോ ഇന്ധനം കണ്ടെത്തേണ്ടതുണ്ട്. റീറ്റെയിൽ ബൾക്ക് വിലകൾ തമ്മിലുള്ള വലിയ വ്യത്യാസം കാരണം വൻകിടക്കാർ പമ്പുകളെ ആശ്രയിക്കുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ അസാധാരണമായ വർധനവിന് കാരണമായതായി സർക്കാർ വിലയിരുത്തുന്നു. ഈ വലിയ വില വ്യത്യാസമാണ് വൻകിടക്കാരെ പമ്പുകളിലേക്ക് ആകർഷിച്ചത്. ഇതോടൊപ്പം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഡീസൽ വാങ്ങുന്നതിനും കടുത്ത വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മുതൽ വാഹനങ്ങളുടെ ഇന്ധന ടാങ്കുകളിലേക്കോ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അംഗീകരിച്ച പ്രത്യേക പാത്രങ്ങളിലേക്കോ മാത്രമേ ഡീസൽ നൽകുകയുള്ളൂ. കൂടാതെ ഒരു ഉപഭോക്താവിനോ അല്ലെങ്കിൽ ഒരു വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ ലഭിക്കൂ എന്ന പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. പമ്പുകളിൽ നിന്നും ഈ രീതിയിൽ വാങ്ങുന്ന ഡീസൽ യാതൊരു കാരണവശാലും മറിച്ചു വിൽക്കാൻ പാടില്ലെന്നും സർക്കാർ കർശനമായി നിർദ്ദേശിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേരളത്തിൽ ബീഫ് പ്രതിസന്ധി രൂക്ഷം. മുൻപ് സംസ്ഥാനത്തെ അറവുശാലകളിലേക്ക് പോത്തിനെ എത്തിക്കുന്നതിൽ കാര്യമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ നിലവിൽ കടുത്ത പ്രതിസന്ധിയാണ് അനുഭവപ്പെടുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. മുൻപ് 2 ലക്ഷത്തോളം കന്നുകാലികൾ സംസ്ഥാനത്തേക്ക് എത്തിയിരുന്ന സ്ഥാനത്ത് നിലവിൽ അത് 6000-ൽ താഴെ മാത്രമായി ചുരുങ്ങി. ആവശ്യത്തിന് കന്നുകാലികൾ എത്താത്തതിനാൽ ബീഫ് പ്രതിസന്ധി ആരംഭിച്ചിട്ടിപ്പോൾ 2 മാസത്തോളമായി. വിലയിൽ വൻ വർധനവുണ്ടായിട്ടും വിൽപ്പനയിൽ കാര്യമായ കുറവ് സംഭവിച്ചിട്ടില്ലെന്നതാണ് ശ്രദ്ധേയം. നിലവിൽ കോട്ടയം ജില്ലയിൽ 460 മുതൽ 500 രൂപ വരെയാണ് ബീഫിന്റെ വില. കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ 400 രൂപ മുതൽ 440 രൂപ വരെയാണ് കിലോയ്ക്ക് വില ഈടാക്കുന്നത്. മറ്റു ജില്ലകളിലും സമാനമായ രീതിയിലാണ് വിൽപ്പന നടക്കുന്നത്. കന്നുകാലികളുടെ വരവ് പൂർണ്ണമായും നിലച്ച സാഹചര്യത്തിൽ ബീഫ് വില ഇനിയും ഉയരാനാണ് സാധ്യത. അതേസമയം മുൻപ് 260 രൂപയിൽ താഴെ വിലയുണ്ടായിരുന്ന പന്നിയിറച്ചി വില 400 കടന്നിരുന്നുവെങ്കിലും നിലവിൽ പലയിടത്തും വില കുറഞ്ഞിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ 350 രൂപയിൽ താഴെയാണ് ഇപ്പോൾ പന്നിയിറച്ചി വില. ചിക്കൻ വിലയാകട്ടെ പലയിടത്തും 180 രൂപയ്ക്ക് താഴെയാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിന് ആവശ്യമായ പോത്തുകൾ പ്രധാനമായും എത്തുന്നത്. എന്നാൽ ഈ സംസ്ഥാനങ്ങളിൽ സമീപകാലമായി കന്നുകാലി കടത്തെന്ന പേരിൽ കർശനമായ നിയന്ത്രണങ്ങളും പരിശോധനകളും വ്യാപകമാക്കിയിരിക്കുകയാണ്. ചില സംസ്ഥാനങ്ങളിലെ ഗോവധ നിരോധന നിയമങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. ഗോസംരക്ഷണത്തിന്റെ പേരിൽ ആന്ധ്രാപ്രദേശിലും കർണാടകയിലും കന്നുകാലികളെ തടയുന്നത് ഇപ്പോൾ പതിവാണ്.
ഇതിനൊപ്പം കേരളത്തിലേക്ക് കന്നുകാലികളെ കൊണ്ടുവരുമ്പോൾ വെറ്റിനറി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. എന്നാൽ ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ലെന്ന് ആന്ധ്ര സർക്കാർ ഉത്തരവിറക്കിയതും വലിയ തിരിച്ചടിയായി. കൂടാതെ കന്നുകാലികളെ ബാധിക്കുന്ന പകർച്ചവ്യാധികൾ വ്യാപകമായത് മരണനിരക്ക് കൂട്ടാനിടയാക്കി. കാലിത്തീറ്റയുടെ വിലവർദ്ധനവ്, കന്നുകാലികളെ എത്തിക്കുന്നതിനുള്ള യാത്രാ ചെലവ് എന്നിവ കർഷകർക്ക് ലാഭകരമല്ലാതെ വന്നതോടെയാണ് വിപണിയിലേക്കുള്ള കന്നുകാലികളുടെ വരവ് വൻതോതിൽ കുറയാൻ കാരണമായത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 269 പ്രകാരം സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ അതിപ്പോൾ അച്ഛൻ, അമ്മ, ഭാര്യ ഉൾപ്പെടെ 20,000 രൂപയോ അതിൽ കൂടുതലോ തുക പണമായി വായ്പ വാങ്ങാനോ തിരിച്ചടയ്ക്കാനോ പാടില്ല. ഈ നിയമം ലംഘിച്ചാൽ വാങ്ങിയ തുകയ്ക്ക് തുല്യമായ തുക തന്നെ വായ്പ വാങ്ങിയയാൾ പിഴയായി ഒടുക്കേണ്ടി വരും. മുൻപ് വാങ്ങിയ കടത്തിന്റെ ബാക്കിയും പുതിയ തുകയും കിട്ടിയാൽ 20,000 കടന്നാലും ഈ പരിധി ബാധകമാണ്. വലിയ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 20,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ ബാങ്ക് ട്രാൻസ്ഫർ, ചെക്ക് അല്ലെങ്കിൽ UPI പോലുള്ള ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ മാത്രം നടത്തുക. ഇടപാടുകൾ കണ്ടെത്തിയാൽ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ പണം നൽകിയ ആളും ബാധ്യസ്ഥനാണ്. അതേസമയം സാധാരണ വായ്പകൾക്ക് 20,000 രൂപയാണെങ്കിൽ സെക്ഷൻ 269 ST പ്രകാരം ബിസിനസ്, സ്വർണ്ണ കച്ചവടം തുടങ്ങിയ പൊതു ഇടപാടുകൾക്ക് ഒരു ദിവസം പരമാവധി 2 ലക്ഷം രൂപ വരെ പണമായി സ്വീകരിക്കാം. ബാങ്ക് നിക്ഷേപങ്ങൾ, വസ്തു കൈമാറ്റങ്ങൾ എന്നിവയിലൂടെ ആദായ നികുതി വകുപ്പ് ഇത്തരം നിയമലംഘനങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുമെന്നതിനാൽ വലിയ ഇടപാടുകൾക്ക് ഇപ്പോഴും ബാങ്കിംഗ് ചാനലുകളെ ആശ്രയിക്കുന്നതാണ് സുരക്ഷിതം. എന്നാൽ സർക്കാർ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, കർഷകർ തമ്മിലുള്ള കൃഷി ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ഈ നിയമത്തിൽ ഇളവുകളുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ തുടങ്ങിയവ വാങ്ങുന്നവർ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനായി വർഷാവർഷം ചില രേഖകൾ സമർപ്പിച്ച് അപേക്ഷകൾ പുതുക്കേണ്ടതുണ്ട്. സംസ്ഥാന വിഹിതത്തിനൊപ്പം കേന്ദ്ര സർക്കാരിന്റെ 200, 300, 500 രൂപ വരെയുള്ള ഫണ്ട് കൂടി ചേർത്ത് പ്രതിമാസം 2,000 രൂപയോളം പെൻഷൻ വാങ്ങുന്നവർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന 2 പ്രധാന കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ബന്ധപ്പെട്ട രേഖകൾ ജൂൺ മാസം 30-നകം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ ഏൽപ്പിക്കേണ്ടതുണ്ട്. നിശ്ചിത സമയത്തിനകം ഇത് ചെയ്തില്ലെങ്കിൽ ജൂലൈ മാസം മുതൽ പെൻഷൻ താൽക്കാലികമായി തടസ്സപ്പെടും. മുൻപ് ഡിസംബറിൽ അവസാനിക്കേണ്ടിയിരുന്ന സമയപരിധിയാണ് ഇപ്പോൾ ജൂൺ 30 വരെ നീട്ടി നൽകിയിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം വരുമാന സർട്ടിഫിക്കറ്റ് ആണ്. മുൻപ് വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ലാതിരുന്ന സമയത്ത് പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടെ പഴയ ഗുണഭോക്താക്കൾ പലരും ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റും ആധാറിന്റെ കോപ്പിയും ചേർത്ത് ഉടൻ തന്നെ പഞ്ചായത്തിൽ ഏൽപ്പിക്കണം. വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടോ എന്ന് സംശയമുള്ളവർക്ക് സേവന പെൻഷൻ വെബ്സൈറ്റിൽ കയറി ആധാർ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. അവിടെ വരുമാനത്തിന്റെ ഭാഗത്ത് ബാധകമല്ല എന്ന് കാണിച്ചാൽ പ്രശ്നമില്ല, എന്നാൽ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഉടൻ തന്നെ വാർഡ് മെമ്പറെ ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ശ്രദ്ധിക്കണം. ഗുണഭോക്താക്കൾ കൃത്യസമയത്ത് ഇത് നൽകിയില്ലെങ്കിൽ ഉയർന്ന വരുമാനമുള്ളതുകൊണ്ട് സർട്ടിഫിക്കറ്റ് തരാത്തതെന്ന നിഗമനത്തിൽ സർക്കാർ പെൻഷൻ സ്ഥിരമായി റദ്ദാക്കാൻ ഇടയുണ്ട്. രണ്ടാമത്തെ കാര്യം സ്ത്രീ ഗുണഭോക്താക്കളെ ബാധിക്കുന്നതാണ്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്നവർ തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് കൃത്യമായി സമർപ്പിക്കണം. വില്ലേജ് അധികാരി സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ഈ സാക്ഷ്യപത്രം സമർപ്പിക്കാനുള്ള സമയപരിധിയും ജൂൺ 30 വരെ നീട്ടിയിട്ടുണ്ട്. എന്നാൽ 60 വയസ്സ് പൂർത്തിയായവർ ഈ സർട്ടിഫിക്കറ്റ് ഇനി നൽകേണ്ടതില്ല. അതിന് താഴെ പ്രായമുള്ളവർ നിർബന്ധമായും ഇത് നൽകിയിരിക്കണം. പെൻഷൻ തുക വർദ്ധിപ്പിച്ചതാകട്ടെ അല്ലാതിരിക്കട്ടെ അത് കൃത്യമായി നിങ്ങളുടെ അക്കൗണ്ടിലോ കൈകളിലോ തടസ്സമില്ലാതെ എത്തിച്ചേരാൻ ഈ പറയുന്ന രേഖകൾ ജൂൺ 30-നകം തന്നെ പഞ്ചായത്തിലെത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ തകർന്നടിഞ്ഞതിൽ നിന്ന് തലപൊക്കി സ്വർണ്ണവില. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇടിവുമായി എത്തിയ സ്വർണ്ണവിലയിൽ ഉപഭോക്താക്കളുടെ നെഞ്ചുടിപ്പേറ്റി പവന് ഒറ്റയടിക്ക് 2,160 രൂപയാണ് കൂടിയിരിക്കുന്നത്. 2026 ജൂൺ 12 വെള്ളിയാഴ്ച 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 270 രൂപ കൂടി 13,620 രൂപയും പവന് 2,160 രൂപ കൂടി 1,08,960 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്തകൾ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. Please subscribe our channel.